എന്തോ മാമ? ആ, ഒന്ന് അഭിലാഷ. ആ, ഈ ബിജു എന്ന് പറയുന്നവനുണ്ട്, അവനെ അവർക്കറിയാം, ഈ സന്തുലക്കാർക്കറിയാം. ആ ആ ആ ആ അഭിലാഷ് ഉണ്ട്. ഏത് ബിജു? എവിടുത്തെ ബിജു? അവനുണ്ട്. അവനുണ്ട്. അവനാരാ മാമ? നമ്മൾ ബന്ധം ഒഴിഞ്ഞു. ഇനി ഇവനെന്തുവാ ഇത്? ആ, ഇപ്പഴാ അവിടെയൊന്നും ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കത്തില്ല. അവനോടെ മുടക്കും അത്. ആ ആ ആ സംശയം. കണക്ഷനുണ്ട്. ആ, കണക്ഷനുണ്ട്. ഇവൻ പറയുന്നത് ബിജു നല്ലവനാ. ഈ കുട്ടനറിയാം, ഇവൻ പറയുന്ന ബിജു നല്ലവൻ. എന്നാ അവന്റെ മൂക്കോ അല്ലെങ്കിൽ എവിടാന്ന് വെച്ചാൽ കൊണ്ടുപോയി ഇരുത്തട്ടെ മാമ, അല്ലയോ? നമ്മൾ കോടതി എന്തോ ഫൂളാക്കിയതാണോ? കോടതി ഫൂളാക്കാനുള്ളതാണോ കോടതി സ്ഥലം മാമ? വേണ്ടാന്ന് വെച്ചു. ഇനി പിന്നെ ഇവനെന്തിനാ പറയുന്നത് ബിജു നല്ലവനാ? ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഇല്ലില്ല. അയ്യോ, ഇതുപോലൊരെണ്ണം എന്തോ വിളിക്കുന്നത്. ഞാൻ നിന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് നിന്റെ അമ്മയുടെ പേരാണെന്ന് ഞാൻ ചോദിച്ചു. തെറി വിളിച്ചപ്പോൾ നിന്റെ അമ്മയുടെ പേരാണെന്നോട് അതൊന്നും. തെറി വിളിക്കുന്ന എല്ലാ റെക്കോർഡാ എൻ്റെ ഉണ്ട്. മായും പൂ വെച്ചേ വിളിക്കത്തുള്ളൂ ഞാൻ. എന്തുവാ മാമ ഇത്? നിങ്ങളുടെ പാർട്ടി വെച്ചോണ്ടിരിക്കാൻ നിങ്ങൾക്ക് നാണോ ഇല്ലയോ മാമ? മാമ എടുത്ത് കള മാമ. ഇങ്ങനൊക്കെ തെറി വിളിക്കുന്നവരെ നിങ്ങൾ പാർട്ടി വെച്ചോണ്ടിരിക്കുന്നത് ശരിയാണോ സത്യത്തില്? ഇവൻ അവിടെ പാർട്ടിക്കാര്യം പറയുന്നത് കേട്ടാ കമ്മ്യൂണിസ്റ്റുകാരുടെ വലിയ ആളാണെന്നുള്ള ഇതിലാ. സിബി അതെന്തിന്റെ? ബ്ലോക്കിലേക്ക്. ബ്ലോക്കിലേക്ക്. അപ്പൊ എന്തൊക്കെയാ പഞ്ചായത്തും ബ്ലോക്ക്? ആ, മൂന്ന് പേർക്കുണ്ടോ? അമ്മ പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, ഇത്ര മൂന്ന്. സഫി അടയാളമുണ്ട്. ആ ആ ആ സാമ്പത്തിക സഹായം കൂടെ തരണം. അടുത്ത ആഴ്ച, അടുത്ത മാസം പെൻഷൻ കിട്ടാതെ ഒന്നുമില്ല. ആ, അത് തരാം അമ്മ. എനിക്കൊരു സംശയം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇല്ല, ഇവൻ ബിജു എന്ന് പറയുന്നവനുണ്ട് ഇതിനകത്ത് എന്തായാലും. ആ, ഇവൻ പലതും നമ്മളോട് ചെയ്തതാ. ആ, എന്തിനാ മാമ നമ്മളെ ഫോളോ ചെയ്യുക, നമ്മൾ എവിടെ പോയാലും നമ്മുടെ പുറകിന് വരിക, അതൊക്കെ എന്തിനാ മാമ? അവനാ പിന്നെ ജോലിയൊന്നും കൊടുപ്പിക്കുക. ഇവര് ഡൽഹിയിൽ പോയപ്പം ഇവിടെ ഫോൺ നമ്പർ വെച്ച് ഇവിടെ ജോലിയെല്ലാം ഇല്ലാതാക്കും. അവരുടെ ജോലി അതാ. അങ്ങനെ പല ഇത് ഇല്ലാതാക്കി. നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, അത് ഇല്ലാതാക്കി. അങ്ങനെ പലതും നമ്മൾ അവിടെ ചെയ്യാൻ നോക്കി, അതെല്ലാം ഇല്ലാതാക്കി. അങ്ങനെ ഭയങ്കര ശല്യം, ഇവിടുത്തെ പോലെ തന്നെ ശല്യമായിരുന്നു. എന്നാലും നമുക്ക് നമ്മുടെ ജോലി കണ്ടുപിടിക്കണ്ടായോ? ആ, അതിനാ കേസ് കൊടുക്കുമ്പോഴേ നമുക്ക് പരിഹാരമാവുമല്ലോ. ഇവൻ്റെ കാര്യം നോക്കി പോട്ടാ. ബിജു എന്ന് പറയുന്നവനും നാട്ടുകാരൊക്കെ മാമൻ്റെ വീട്ടിലെ കാര്യങ്ങൾ മാമനല്ലയോ നോക്കുന്നത്? നാട്ടുകാരാണോ മാമ തീരുമാനിക്കുന്നത്? നമ്മുടെ കാര്യമൊന്നും വേറെ ആരും തീരുമാനിക്കണ്ട. പാർട്ടിക്ക് പോലും, മുഖ്യമന്ത്രിക്ക് പോലും, പ്രധാനമന്ത്രിക്ക് പോലും തീരുമാനിക്കാനുള്ള കാര്യമില്ല. ആ, അതൊന്നും അല്ല മാമ. വോട്ട് പിടിക്കാൻ വരുന്നതാണെങ്കിൽ ശ്രീലതയുടെ കൂടെ ഫ്രണ്ടിൽ കയറി ഇരുന്ന് സംസാരിക്കുവാണോ? സാധാരണ മാമൻ ഒരിടത്ത് പോയാൽ പെണ്ണുങ്ങളുടെ കൂടെ കയറി ഇരുന്നാണ് സംസാരിക്കുന്നത് ആണുങ്ങളുള്ള വീട്ടിൽ. ആണോ മാമ? ആ, എന്നാ പിന്നെ അത് പറ മാമ. ഒരു ദിവസം 3 പ്രാവശ്യമെങ്കിലും വരും. ആണുങ്ങളുള്ള വീട്ടിൽ വന്നാൽ ആണുങ്ങൾ സംസാരിക്കും. ഇവിടെ മാമനോട് സംസാരിക്കുന്നത് ഞങ്ങളെ ഉള്ളു ഇവിടെ, അല്ലയോ? അതുകൊണ്ടാ. ആ, പോയി. അല്ലാതെ എന്നും മാമൻ ഇവിടെ വരുവാന്നോ? 3 പ്രാവശ്യം ഇവിടെ വരുവാന്നോ? ആ, പോന്നു. അതെ, ആ അത്രേ ഉള്ളൂ. ആ, 3 പ്രാവശ്യമെങ്കിലും അമ്മ, നമ്മൾക്ക് ആരോടും ഒരു കെറിവില്ല. അവര് ഇനി സ്വർണം കൊണ്ട് മാളിക പണിതാലും നമുക്ക് കുഴപ്പമില്ല. നമ്മളെന്തിനാ ഉപദ്രവിക്കുന്നത്? എന്തിനാ മാമ? പക്ഷെ അങ്ങനെ പെണ്ണും പിള്ള പോലല്ല ഈ പുസ്തകത്തിന്റെ പെണ്ണും പിള്ളേ.
അവർ കുറച്ച് ഭേദമാണ്. ഭേദമാണ്. അവളോട് ഇവന് ഇതൊക്കെ അവർക്ക് ഇവൻ്റെ ഈ സ്വഭാവം അത്ര ഇഷ്ടമല്ല. അവരാരുണ്ട് അവരെല്ലാം അത് തന്നെ എന്ത് ചെയ്യും? എന്തോ അവർ സഹോദരങ്ങളെല്ലാം അത് തന്നെ. ഒരു സഹോദരൻ എവിടെ പോയി തമ്പി മാമൻ? പത്തനാപുരത്തിൻ്റെ ഇതിൽ പോയി. പത്തനാപുരത്തിൻ്റെ ഇതില്ലയോ അകലി വന്നിരുമോ? ഭാര്യമില്ല, മോനും. ആ മോൻ എന്താ അസുഖം വരുമോന്ന്? മന്ദബുദ്ധി പോലെ ഒരുപാടല്ല, ചെറിയ രീതി. കൊച്ചിനൊരു പിന്നെ ഇതുകൊണ്ട് ആരെങ്കിലും ഇവരുടെ കാലം കഴിഞ്ഞ് ആരെങ്കിലും നോക്കണമല്ലോ. അതിൻ്റെ അവിടെ കൊടുത്ത് അവർക്ക് അവിടെ എല്ലാ കാര്യങ്ങളും അവർ നോക്കി. ഇതെല്ലാം അവന് പെൻഷൻ ഉണ്ടല്ലോ. വിറ്റെല്ലാം പൈസ അവർ വിറ്റ് ചെയ്തു. അവർ വിറ്റ് അവർ പൈസ കൊടുത്തു. പൈസ കൊടുത്തോ? പൈസ അവർ വലിയ വിറ്റതല്ല. ഈ സ്ഥലം വിറ്റതെല്ലാം പത്തനാപുരത്തെ പിന്നെ അവരാണ് വിറ്റത്. പൈസയാക്കിയോ? അത് പൈസ വിറ്റ് അവരെടുത്തു. ഈ സ്ഥലമെല്ലാം വിറ്റത് അവരല്ലേ എടുത്തത്. ആ പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം വിറ്റത് എടുത്തത് അവരല്ലേ. അവരെടുത്ത് അവരെ നോക്കുന്നത് അവരുടെ സംരക്ഷണം എല്ലാം അവരാണ്. ആഹാരങ്ങളും തമ്പിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. തമ്പിക്ക് കുഴപ്പമൊന്നുമില്ല. അവർക്ക് കുഴപ്പമുണ്ടായിരുന്നു? അവർക്കുമില്ല. ആ ചെറുക്കൻ ഏതാണ്ട് കുഴപ്പമുണ്ട് അറിയാവുന്നേ. മാനസികമായിട്ട് ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എപ്പോഴാ മനുഷ്യന്റെ കാര്യമില്ല. സംഭവിച്ചു കഴിഞ്ഞാൽ ആരും നോക്കും എന്നുള്ള ചിന്താഗതിയിൽ അങ്ങനെ കൊണ്ടുപോയതാണ്. അല്ല, അവര് വിചാരിച്ചാൽ ഒരു പെണ്ണിനെ കിട്ടത്തില്ലായിരുന്നു? ചെറുക്കനെ പറ്റില്ല. ആ ചെറുക്കനെ കുറ്റം ഞാൻ അവിടെ പോകുമായിരുന്നു. ഈ ചെറുക്കൻ ഇഷ്ടം. എത്രയോ വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് മന്ദബുദ്ധികളെ ഒക്കെ നോക്കുന്ന പെണ്ണുങ്ങളെ. പക്ഷെ ഞാൻ അവിടെ തമ്പി വർത്താനൊക്കെ പറയുമ്പോൾ ചെറുക്കൻ കയറുവാന്ന് മനസ്സിലാക്കാൻ ഞാൻ പോയിട്ടില്ല. ഏത് കൊലക്കേസ് നടന്നത് ഇതുപോലുള്ള ഒന്നുമില്ലാത്ത മന്ദബുദ്ധി പോലുള്ള ഒരു പയ്യനെ കല്യാണം കഴിച്ച കൊല്ലം കഴിച്ച ആ പെണ്ണിനെ അപ്പൊ ഇവിടെ പല ആളുകൾ വരികയും പോവുകയൊക്കെ ചെയ്തിട്ട് അവരാണ് അയാളെ കൊന്നത്. എവിടെ എന്തോ വെച്ച് പണ്ട് അങ്ങനെ പലയിടത്തും പലതും നടക്കുന്നില്ലയോ? കൊലക്കേസ് നടന്നില്ലയോ? ഇവിടെ തിരുവല്ലയോ? ചെങ്ങന്നൂരോ തിരുവല്ല പേപ്പറിലെല്ലാം വന്നതല്ലേ അത്. അവളിപ്പം ജാമ്യത്തിൽ ഇറങ്ങി. ഇത്ര വർഷം ജയിലിൽ ശിക്ഷ കഴിഞ്ഞിട്ട് ഇറങ്ങി. ഇവനിറങ്ങിയല്ലേ നമ്മുടെ വാസുദേവൻ ഇറങ്ങിയ പോലെ അവരും ഇറങ്ങിയെന്ന് ജയിലിൽ. ഞാൻ ഇറങ്ങട്ടെ. ശരിയാണ്.